പഠിച്ചോണം എന്തായാലും എനിക്ക് എളുപ്പമായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ ലാസ്റ്റ് ചാൻസ് ആണേ. ഓക്കെ, ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ശരി. ഹലോ. ഇപ്രാവശ്യം ഓക്കെ ആയിരുന്നു കേട്ടോ. അതെയാ, നന്നായി എഴുതാൻ പറ്റിയോ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എഴുതിണ്ട്. അത് കിട്ടുമത്. അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ വേഗം വരുമല്ലേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. മന്മഥൻ കൊണ്ടുവന്ന കേസ് ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാവുന്ന രീതിയിലുള്ള. അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ജോലിയൊക്കെ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ജോലി കിട്ടില്ല. അപ്പോഴേക്കെന്നെ കല്യാണവും നടക്കുള്ളൂ. ആയിക്കോട്ടെ, ഇത് ഉറപ്പാണ് നമുക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി ശരി. ഓ ഈശ്വരാ, ദൈവം കാത്തു. കടന്നു പോയേ? കടന്നു പോയെന്ന് ഞാൻ PSC പരീക്ഷയ്ക്ക് അമ്മാമ്മ കൊണ്ടാച്ചി കാടും തൊള്ളയിലേക്ക് തള്ളി തരുവാൻ വേണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്ര കാലം ഞാൻ പറഞ്ഞു വിട്ട് പുരപ്പണി എടുത്ത് ജീവിച്ചാ വൈകുന്നത്. അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഞാൻ പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടണ നല്ല കാര്യല്ലേ? എല്ലടോ, ഞാൻ എന്റെ എല്ല് മുറിഞ്ഞ് പണിയെടുത്തിട്ട് എനിക്ക് തിന്നു അങ്ങോട്ട് തരുന്നില്ലേ? എന്റെ ടൗസറിന്റെ നാട പോലെ അല്ലേ ഇനി കല്യാണം കഴിക്കുമ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ പറ്റാത്തോണ്ടാണ് എന്തെങ്കിലും ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യണത്. എല്ലടി, എനിക്ക് ഈ കല്യാണം കഴിക്കുമ്പോ എന്നോട് പറഞ്ഞേ പച്ചവെള്ളം കുടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും ജീവിക്കാന്ന്. ഇപ്പൊ എനിക്ക് കിടന്നാല് പുതിയ ജോലി മാടോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ അല്ലായിരുന്നല്ലേ സ്വഭാവം? തേനെ പാലെന്ന് പറഞ്ഞ ഉച്ചയോട് മടക്കില്ലായിരുന്നോ? ആദ്യം ഉച്ചക്കൽ ഞാൻ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇനി എല്ലാം കടന്നു പോയിട്ട് ഇതിന്റെ പൂപ്പൽ നീ കണ്ടോ? എനിക്കൊരു നീളമുള്ള ചൂലെടുത്തിട്ട് നിന്ന് ഭാര്യ വലിച്ച് അടിച്ചാൽ ഇനി ഞാൻ അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറാം. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ആണായി നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകണ്ട. നാട്ടിക്കുന്ന എന്നെ കൊണ്ട് നാട്ടുകാർ കൊണ്ട് ഞാൻ പോകുന്ന പറഞ്ഞാൽ പോകും. എനിക്ക് ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാം. എന്റെ സ്വഭാവം അറിയാം. എനിക്ക് എന്നെ തിരിഞ്ഞില്ലേ മരിയ കേട്ടിനാ? അതെന്നെ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് ഒരു കുന്തം തിരിഞ്ഞിട്ടില്ല. എന്തെന്ന് എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറയാൻ പോലെ കേൾക്കുന്നില്ലെങ്കിൽ ഇനി പോയിക്കൊള്ളു, കടന്ന് പോയിക്കൊള്ളു. ഞാൻ ഇന്റെ അടുത്തേക്ക് അതെ ഞാൻ പോവന്നെയാ. പോവാത്തോളൂ. ഇനി ഉളുപ്പില്ലാണ്ട് തിന്ന് കൂത്തിണ്ടി ബാക്കിയുള്ള എല്ലാം ഇവിടെ ഇങ്ങനെ ഓയലുക താരിയും മേക്കപ്പ്. എവിടെയാ പോകുന്ന ഇനി? ഇങ്ങോട്ടാ ചോദിച്ചു എവിടെയാ പോകുന്ന ഇനി? ഇപ്പൊ പറഞ്ഞ കേട്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ. അത് ശരി. ഇനി ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ കാലിന്റെ മുട്ടിയാണ് അടിച്ചടിക്കളിയാ. ആര് വന്നു ഈ നരകത്തിലോട്ട്? ആര് വരണേ നിങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടിട്ട്? ശരി, ഇത്ര നാളെ നിന്നിട്ട് എനിക്ക് എന്തെന്നാ ഉണ്ടായിവിടെ? എനിക്ക് സ്വൈര്യമാണ് വേണ്ടത്. ഒരു മനുഷ്യനെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മനസ്സമാധാനം എനക്കും വേണ്ടി ഞാൻ ഇനി ഏൽപ്പിക്കുന്ന പണി ചെയ്ത് പോവല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കെല്ലാം കടക്കട്ടെ ഞങ്ങൾക്ക്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. നല്ല ഒന്നാം തരം ജോലി കിട്ടാനുള്ള പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ PSCയുടെ റിസൾട്ട് വരുമ്പോഴേ എനിക്ക് നല്ല അന്തസ്സുള്ള ജോലി കിട്ടും. ഒലക്ക കിട്ടും. ഒലക്ക കിട്ടുന്നല്ല. ശമ്പളം കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്ക് തേനെ പാലെന്ന് പറഞ്ഞ അങ്ങോട്ട് വരരുത്. അല്ലാണ്ട് ഇന്റെ ജോലി കിട്ടി ഞാൻ ഇന്റെ ശമ്പളത്തിൽ കടക്കം വരുന്നത് ഉളുപ്പില്ലാതെ. നിങ്ങളിപ്പൊ ഇവിടെ ഈ കൊരങ്ങനെ പല്ലിങ്ങനെ കുത്തിയിരിക്കണില്ലേ? അങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പല മരത്തിന്റെ മുകളിലും കൊരങ്ങനെ പോലെ ഇരുന്നിട്ടാ കള്ളത്തി എഴുതി തിന്ന് ഉളുപ്പില്ലാണ്ട്. അങ്ങനെ തന്നെ എനിക്കിപ്പം ഞാൻ കൊരങ്ങനായില്ലേ? ഇന്റെ ശമ്പളത്തിൽ ഞാൻ കടക്ക് തോലി വരും. ഇങ്ങനെ പോലത്തെ ആണുങ്ങൾ നശിച്ചു പോയല്ലോ ഇവിടെ. ഒരു കുയിപ്പിനെ കൊണ്ട് ഇടങ്ങാറായി തൊലി മാണ്ട. അല്ല മോനെ, ഈ എന്ത് പണിയാ ചെയ്തത്? എന്നെ പഠിപ്പിച്ചതിന്റെ 6 മാസം ഫീസ് ചെയ്ത് തരാണ്ടല്ലോ. ഈ പഠിച്ച് പാസ്സാവാത്ത എന്റെ കുറ്റാണ്. എനിക്ക് നല്ലൊരു തലയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു കാര്യം ചെയ്യേ, എന്റെ തൊണ്ട വറ്റിച്ച് വരണ്ടിട്ട് എന്നെ പഠിപ്പിച്ചതാ. ഈ ഓവർ ഡയലോഗൊന്നും വേണ്ട. ആ പൈസ വേഗം കൊണ്ട് അടച്ചാള്. ശരി. മോനെ, എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? മാഷങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ പഠിപ്പിച്ച ഒറ്റയൊന്നും വന്നില്ല. ഒറ്റയൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിനോ? ഇല്ല. എന്താ പ്രാവല്ലത്? അതെ, ക്വസ്റ്റ്യൻ പേപ്പർ. അത് സമയം പോണ്ടേ? അവിടെ ഇരുന്നിരുന്ന് ഭ്രാന്തായി. സമയം പോകാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പ്രാവ് ഉണ്ടാക്കല. അങ്ങനെ വരാൻ
ഇപ്പൊ എന്താ സംഭവം? മുമ്പ് എന്താ അതൊക്കെ ചോദിക്കാം. കംപ്ലീറ്റ് ഗൈഡ് നോക്കി പകർത്തിയതല്ലത്. മറ്റോമാരെ ഇറക്കിയ ഗൈഡില്ലേ PSC കോപ്പി അടിച്ചാണ്. മൊത്തം ക്വസ്റ്റ്യൻ. പിന്നല്ലാണ്ട് വേറെ എങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ല. എന്താ ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക്? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ട് ഈ മറ്റേ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും വിളിച്ചോ? നിങ്ങൾ ടീം അടക്കം പോയിട്ട് പ്രൊഫൈലിൽ കയറി കംപ്ലൈന്റ് ചെയ്യും. ഞങ്ങളെ ബാച്ച് മൊത്തം ചെല്ലി. അല്ലാണ്ട് എൻ്റെ അടുത്ത് കംപ്ലൈന്റ് ഇല്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചിട്ട് ഞാൻ ഇന്നേ വരെ നിന്നിട്ടു. അല്ലാണ്ട് ഇമാരും ഒരു പരിപാടിക്ക് നിൽക്കില്ല. എനക്കെന്നെ കൃത്യമായിട്ട് അറിയില്ലേ? ഏതായാലും പോയത് പോയല്ല നിങ്ങൾ. ഞാൻ പറയണ മാതിരി പ്രൊഫൈലിൽ കയറി നമുക്ക് പൈസ അടച്ചിനാ കഴിഞ്ഞ മാസം. അത് അടയ്ക്കാം. അടയ്ക്കാന്നറിയാ തന്നെയാണ് ഇപ്പോൾ ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണം. അടയ്ക്കാന്ന് ഇങ്ങനെ അടയ്ക്കാം. മാസം അടയ്ക്കുക എവിടെ അടവ്? എല്ലാരും കടം പറഞ്ഞ് പോവലിൻ്റെയാണ്. പേരിന് മാസും ബസും വരില്ല. അത് കുഴപ്പമില്ല. ആ ഇല്ല അയ്യോ ഒരു പ്രശ്നമില്ല. ആ നിങ്ങളൊരു കാര്യം ചെയ്യ്, പെൺകുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് അയക്കുക എൻ്റെ വാട്സാപ്പിൽ. ആ പിന്നെന്ത്? അയ്യോ ചെറുക്കന്മാർ പ്ലംബറുണ്ട്, കാർപ്പൻ്ററുണ്ട്, വെൽഡറുണ്ട്, ഫിറ്ററുണ്ട്, എല്ലാവരും ഉണ്ട്. ആ അത് ഏത് വേണോ? അത് ഏത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് നമുക്ക് ശരിയാക്കാം. ആ കേട്ടാ? ഓ ശരി ഓക്കെ. എന്തൊക്കെ ഡിമാൻഡാണെന്ന് നോക്കണേ. പ്ലംബിങ് മാത്രം പോരാ, വെൽഡിങ്ങും കൂടെ അറിയാനുള്ള ആളുകളുണ്ട്. ആൾക്കാർക്ക് അതിനനുസരിച്ച് സ്ത്രീധനം കൂടും.